ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചെറിയൊരു ടാങ്ക് ഉണ്ട്. ഈ ഒരു ടാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ടൊക്കെ ഗപ്പീസിനെയൊക്കെ ചെറിയ പ്രായത്തിൽ ഗപ്പീസിനെയൊക്കെ കൊണ്ടൊരു ടാങ്കാണ്. ഇത് നമുക്ക് വൃത്തിയാക്കണം. ഏകദേശം 2 വർഷത്തോളമായിട്ട് നമ്മൾ നോക്കാതെ കിട്ടുന്ന ടാങ്കാണ് ഇത്. അത്യാവശ്യം ക്ലീനൊക്കെ ആക്കി ചപ്പൊക്കെ മാറ്റി കുറച്ച് വാട്ടേഴ്സൊക്കെ ചേഞ്ച് ആക്കി നമ്മൾ സോൾട്ടൊക്കെ ഇട്ട് റെഡിയാക്കിയ ഒരു വിഷ്വലാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. കുറച്ച് സൺലൈറ്റൊക്കെ ഉണ്ട്, കുറച്ച് സോൾട്ട് ഇട്ട് സാക്കി വേണം നമ്മൾ ഫിഷിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. തുടർന്നുള്ള അടുത്ത ദിവസങ്ങൾ നമ്മളിതിനെ ഫിഷ് വാങ്ങിയിടുന്നതായിരിക്കും. അതിൻ്റെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതേ സമയത്ത് തന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ അടുത്തുള്ള ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്, അടുത്ത പെരുന്നാൾ. അപ്പോൾ അവിടുത്തെ പെരുന്നാളിൽ നമ്മൾ കുറച്ച് ടോയ്സ് നമ്മൾ ഇസയ്ക്ക് വേണ്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു ടോയ് ഇവളുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അതെല്ലാം കുളമാക്കും. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു ടോയ്സ് അവിടെ നമ്മൾ വാങ്ങിച്ചാണ്. അതേ സമയത്ത് തന്നെ അടുക്കളയിൽ നമുക്ക് തൊട്ടടുത്തുള്ളൊരു ചേട്ടൻ നമുക്ക് കുറച്ച് സിലോപ്പിയ മീനുകളെ കൊണ്ട് തന്നായിരുന്നു. അപ്പോൾ അതൊന്ന് വെറൈറ്റി ആയിട്ട് ചെയ്യണമെന്ന് തോന്നി. അപ്പം നമ്മൾ കുറച്ച് ലൈറ്റ് ഫ്രൈ ചെയ്തിട്ട് ഒരു നമ്മുടേതായിട്ടൊരു രീതിയിൽ മപ്പാസ് കറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് അടുക്കളയിൽ പൊണ്ടായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറേ നാളായി നമ്മൾ മപ്പാസ് കറിയൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇതിലാണ് സിലോപ്പിയ കിട്ടിയപ്പോഴത്തേക്ക് നമ്മുടെ ഒരു സ്റ്റൈലിൽ മപ്പാസ് കറി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഫ്രാൻസിൽ നമ്മൾ കൊണ്ടുവന്ന ചെറിയൊരു ബോട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് ട്രയൽ റൺ നടത്താൻ വേണ്ടിയിട്ട്. ആക്ച്വലി നമുക്ക് പരിമല വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ബോട്ട് പറത്താനായിട്ട് തൊട്ടടുത്തൊരു കടവുണ്ട്. അപ്പോൾ ആ ഒരു കടവിലേക്ക് നമ്മൾ പോയത്. മപ്പാസ് ഇത് എന്തുവഴി ഗ്രേവി കുറവാണല്ലോ, മീൻ കൂടുതലും ഗ്രേവി കുറവാണ് ഗൈസ്. അപ്പോൾ ഇതൊന്ന് സെറ്റ് ആക്കട്ടെ. പരുമലയിൽ നമുക്ക് കുറച്ച് അർജൻറ്റായിട്ട് കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പരുമലയ്ക്ക് അടുത്ത് തന്നെ ഒരു കടവുണ്ട്, ഇപ്പോൾ മാന്നാർ വള്ളംകളിയിൽ കിടക്കുന്നൊരു കടവ്. അപ്പോൾ ആ ഒരു കടവിനടുത്ത് തന്നെ നമ്മൾ വരികയുണ്ടായി. നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട് അവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അവിടെയും കയറി അതിനുശേഷമാണ് നമ്മൾ ഈ ഒരു കടവിലോട്ട് വന്നത്. അപ്പോൾ അവിടെ ജസ്റ്റ് ഇതും ട്രയൽ റൺ നടത്തുന്ന വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഫ്രാൻസിൽ നിന്ന് കൊണ്ടുവന്ന കൊച്ചിയിൽ കൊണ്ടുവന്ന ബോട്ട് ജസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാന്നാർ കൂര്യത്ത് കടവിൽ വന്നിരിക്കുകയാണ്. പരിമല വന്നപ്പോഴത്തേക്ക് നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് പറത്താൻ വേണ്ടി വന്നതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് ഡസന്റ് വർക്ക്. വൈ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഓളത്തിന് ഇതിന്റെ പ്രൊപ്പല്ലറിന് ഇതിന്റെ പ്രൊപ്പല്ലറിന് പവർ ഇല്ല. സെറ്റാണ്. ഓളമൊന്നും ഇല്ലാത്ത ചെറിയ തോടുകളിൽ ബക്കറ്റിലെ വെള്ളത്തില പോക്കു. ബക്കറ്റിലെ വെള്ളമല്ല ഗൈസ്, നമ്മൾ ഉദ്ദേശിച്ചത് കണ്ടിന്യൂസ് പോയി അടിച്ച് പറത്തി വരുന്ന സെറ്റപ്പാണ് നമ്മൾ ഉദ്ദേശിച്ചല്ലേ. സംഭവം അതിനുള്ളതൊന്നുമില്ല. ജസ്റ്റ് ഒരുമാതിരി എഞ്ചിൻ പോയ അല്ല പെട്രോൾ കയറുന്ന വണ്ടി പോലെ, അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒന്ന് കാണിക്കാം. പണ്ടത്തെ നമ്മൾ ഈ ചൂടാക്കുമ്പോ എണ്ണ ഒഴിച്ച് ചൂടാക്കുന്ന ഒരു ബോട്ട് കിട്ടുമായിരുന്നു പണ്ട്. അത് അന്ന് പറഞ്ഞ കണക്ക് ഇങ്ങനെ പോകുന്ന ഒരു അതിന്റെ ഒരു മോഡേൺ വെർഷൻ ഗൈസ്, അത്രേ ഉള്ളൂ. അതിന്റെ ഒരു റിമോട്ട് കൺട്രോൾ വെർഷനേ ഉള്ളൂ. അല്ലെങ്കിൽ എനിക്ക് ഒന്ന് ബാറ്ററി മാറിക്കഴിഞ്ഞ ഒരു ലിഥിയം ബാറ്ററിയോ അല്ലെങ്കിൽ വേറെ ആൽക്കലൈൻ ബാറ്ററി ഇടുമ്പോൾ അവിടെ ആക്ഷൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചു. ആക്ഷൻ അതിന്റെ മാർക്കൊക്കെ ഉണ്ട്. അവിടെ നിന്ന് തിരിച്ചുകൊണ്ട് കൊടുക്കും. മെയ്ഡ് ഇൻ ചൈന. ഓ ഗൈസ്, അതാണ് കാര്യം. അങ്ങനെ പറയട്ടെ, മെയ്ഡ് ഇൻ ചൈന. അതുകൊണ്ടാണ് ഗൈസ് വർക്കാവാഞ്ഞത്. വർക്കായ സംഭവം ഒരുമാതിരി അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, കറങ്ങി ഇരിക്കുന്ന സംഭവം. ഡ്യുവൽ എഞ്ചിനാണ്, ഡ്യുവൽ പ്രൊപ്പല്ലർ കൊടുത്തിട്ടുണ്ട്, 2 മോട്ടറും ഇതിനകത്തുണ്ട്. അയച്ചു നോക്കിയപ്പോൾ കണ്ടായിരുന്നു. ഡ്യുവൽ പ്രൊപ്പല്ലർ സിസ്റ്റമാണ്. ജോയ്സ്റ്റിക്കും അത്യാവശ്യം സെറ്റാണ് ഗൈസ്, ഹാൻഡി യൂസബിൾ ആണ്. പിന്നെ ഇവിടെ ഓൺ ചെയ്യുന്നൊരു ബട്ടൺ, അപ്പോൾ ഇവിടെ ലൈറ്റ് വരും. അപ്പോൾ അതാണ് ഇതിൻ്റെ സിസ്റ്റം. ബട്ട് സംഭവം 1 ടൈം യൂസ് അല്ലേ, 1 ടൈം OTP ആണ് സംഭവം. സോ വെച്ചേക്കാം. ലെറ്റ്സ് ഗോ ടു പെറ്റ് ഷോപ്പ്. നഗരത്തിലൂടെ നീണ്ട 2 വർഷത്തിലുള്ള ശേഷം പോയിക്കൊണ്ടിരിക്കുകയാണ്. നഗരമൊക്കെ ഇടുങ്ങിയതായിട്ട് തോന്നുന്നില്ലേ നിനക്കോ? ഞാനിവിടെ തന്നെ ആയിരുന്നല്ലോ. തൂക്കിപ്പൊടി എടുത്തേണ്ടി ഞാനിവിടെ തന്നെ ആയിരുന്നല്ലോ. മാന്നാർ എന്ന് പറയുമ്പോൾ പൊതുവെ ബിസിനസ്സുകളുടെ ഒരു നഗരമാണ് മാന്നാർ. ആലപ്പുഴ ജില്ലയ്ക്കും പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറു പട്ടണം.
ഗൈസ് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ നിരാശപ്പെടേണ്ടി വന്നില്ല. ഗൈസ് അഗൈൻ നമ്മൾ ട്രാപ്പ് ആയിരിക്കുകയാണ്. സംഭവം മീനുകളുടെ എല്ലാ സ്റ്റോക്കും ഇവിടെ തീർന്നു. ആകെ കുറച്ച് ഗപ്പികൾ, കുറച്ച് ടെട്രാ ഫിഷുകൾ മാത്രമേ ഇവിടെ ഉള്ളൂ. സോ വി ഹാവ് ടു ഗോ അനദർ ലൊക്കേഷൻ. അങ്ങനെ നമ്മൾ ഗപ്പി കിട്ടാതെ വിഷമിട്ട് തോംസിൽ വന്നിട്ട് ജസ്റ്റ് കോഫി കുടിക്കാൻ വേണ്ടി വന്നു. ജസ്റ്റ് കോഫി ഫ്രം തോംസ്. എന്തൊരു പൊട്ടയാണ്. എല്ലാ പരിപാടിയും കഴിഞ്ഞ് വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പം അല്ല, ബോട്ട് പുറത്തല്ലേ പറ്റി എന്താണ് ഇതിലേക്ക് പറയാനുള്ളത്? സംഭവം കൊള്ളാം. കൊച്ചുങ്ങൾക്ക്, അതായത് ഒരു 6 വയസ്സ് വരെ പ്രായമുള്ള പിള്ളേർക്ക് കളിക്കാൻ പറ്റുന്ന സാധനമാണ് ആ ബോട്ടിന്റെ പരിപാടി. അതെ. പിന്നെ നമ്മുടെ ഇസാമയ്ക്ക് പറ്റത്തില്ല, നമ്മൾ ഇച്ചിരൂടെ വളരണം. അപ്പം അവർക്ക് കുറച്ച് അറിവാവാനുണ്ട്. അതിൻ്റെതായ ഒരു ഇതുണ്ട്. അവർക്ക് പറത്താനുള്ള ആ ഒരു മീൻസ് അങ്ങനെ ചെയ്താലാവണം എന്നുള്ളൊരു പറയാനുള്ളൊരു ഇതായിട്ടില്ല. ഹൗ ഈസ് ഗോയിങ് വെക്കേഷൻ? കുറെ ആൾക്കാർ പാരീസിൽ ചോദിക്കുന്നുണ്ട് വെക്കേഷൻ ഒക്കെ എങ്ങനെ പോകുന്നുണ്ട്, കാര്യങ്ങൾ? അടിപൊളിയായിട്ട് പോകുന്നുണ്ട്, നന്നായിട്ട് പോകുന്നു. പിന്നെ 1 വർഷം 2.5 വർഷമായില്ലേ, അതിൻ്റെതായ ഒരു ഇതുണ്ട്, എൻജോയ്മെന്റ് കാര്യങ്ങൾ. പിന്നെ ട്രിപ്പൊക്കെ നമ്മൾ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, നമ്മൾ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തോ? പാരീസിൽ നിന്ന് വന്നിട്ട് പുറത്തോട്ടൊന്നും ട്രിപ്പും കാര്യങ്ങളൊക്കെ എന്താണ് അതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ? പോകുന്നുണ്ട്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അത് ഒരു 15-ാം തീയതിക്ക് ശേഷമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ട്രിപ്പിൻ്റെ വ്ളോഗ് എന്തായാലും ഉണ്ടാവും. സ്റ്റേ ട്യൂൺ.